ടോക്സ് മലയാളം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശാസ്ത്രത്തിലെ അത്ഭുതകരമായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ജിറാഫുകൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത മനുഷ്യരേക്കാൾ 30 മടങ്ങ് കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? 1996-നും 2010-നും ഇടയിൽ 5 മാരകമായ മിന്നലാക്രമണങ്ങൾ മാത്രമേ ജിറാഫുകളിൽ ഉണ്ടായിട്ടുള്ളൂ. ഓരോ വർഷവും 1000 ജിറാഫുകൾക്ക് 0.003 ഇടിമിന്നൽ മരണങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ 1996-നും 2010-നും ഇടയിൽ ജിറാഫുകളുടെ ആകെ പോപ്പുലേഷൻ വെറും 1,40,000 ആയതിനാൽ ഇത് മനുഷ്യരുടെ മരണനിരക്കിന്റെ 30 മടങ്ങ് തുല്യമാണ്. ജിറാഫുകളുടെ ഉയരം കാരണം ആണോ ഇത്രയും മിന്നലുകൾ അവ കേൾക്കുന്നത്? നിങ്ങളുടെ അറിവുകൾ കമന്റ്സിൽ പറയുക. ഒരു മേഘത്തിന് എത്ര ഭാരം വരും എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മേഘത്തിന് ഏകദേശം 10 ലക്ഷം ടൺ ഭാരം ഉണ്ടാകും. ഒരു മേഘത്തിന് സാധാരണയായി 1 കിലോമീറ്റർ ക്യൂബ് വോള്യവും ഏകദേശം 1.33 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സാന്ദ്രതയുമുണ്ട്. അത് ചുറ്റുമുള്ള വായുവിനേക്കാൾ 0.4% കുറവാണ്. ഇങ്ങനെയാണ് അവയ്ക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. രൂപത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാത്ത ഇരട്ടകളെയാണ് സമാന ഇരട്ടകൾ അഥവാ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ വിരലടയാളം ഒരുപോലെ ആകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ലോകത്തെ എല്ലാവരുടെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കും. ഇത് സമാന ഇരട്ടകൾക്കും ബാധകമാണ്. ഗർഭാശയത്തിലെ വികസന സമയത്തെ പൊക്കിൾക്കൊടിയുടെ നീളം, ഗർഭപാത്രത്തിലെ സ്ഥാനം, വിരൽ വളർച്ചയുടെ നിരക്ക് എന്നിങ്ങനെ പല കാര്യങ്ങൾ വിരലടയാളം രൂപപ്പെടുത്തുന്നതിനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് സമാന ഇരട്ടകളാണെങ്കിലും വിരലടയാളം വ്യത്യസ്തമായിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കളറുകളും എടുത്ത് അതിന്റെ ആവറേജ് കളർ കണ്ടുപിടിച്ചാൽ അത് എന്ത് കളറായിരിക്കും? കറുപ്പായിരിക്കുമോ വെളുപ്പായിരിക്കുമോ? അത് പുരാണങ്ങളൊക്കെ പറയുന്നത് പോലെ നീലയായിരിക്കുമോ? സയന്റിസ്റ്റുകൾ പറയുന്നത് അത് ബീച്ച് കളറിനടുത്തുള്ള ഒരു കളർ എന്നാണ്. ബീച്ച് കളർ വെള്ള കളറുമായി ഏറെ അടുത്ത കളറാണ്. ഇതിനെ അവർ വിളിക്കുന്ന പേരാണ് കോസ്മിക് ലാറ്റിൻ. ഭൂമിയുടെ ഭ്രമണ വേഗത മാറുകയാണ്. അതെ, ഭ്രമണത്തിന്റെ വേഗത കുറയുകയാണ് എന്നു കരുതി നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ശരാശരി ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒരു നൂറ്റാണ്ടിൽ ഏകദേശം 1.8 സെക്കൻഡ് വർദ്ധിക്കുന്നു. 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വെറും 21 മണിക്കൂർ മാത്രമായിരുന്നു. ഇനിയും അത്രയും വർഷങ്ങൾ കടന്നുപോയാലേ 3 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ടാകൂ. അപ്പോഴേക്കും നമ്മുടെ ലോകം ഇന്നത്തേനേക്കാൾ ഏറെ മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ മസ്തിഷ്കം നിരന്തരം സ്വയം ഭക്ഷിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രക്രിയയെ ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നു. ഒരു കോശം വികസിച്ച് അതിന് ചുറ്റുമുള്ള ചെറിയ കോശങ്ങളെയും തന്മാത്രകളെയും ഭക്ഷിക്കുന്നു. ഇങ്ങനെയാണ് വികാസം പ്രാപിച്ച കോശങ്ങളെ മസ്തിഷ്കം പുറന്തള്ളുന്നത്. ഭയക്കേണ്ടതില്ല, ഈ പ്രക്രിയ തലച്ചോറിന് ഏറെ ഗുണകരമാണ്. തലച്ചോറിലെ ഗ്രേ മാറ്റർ സംരക്ഷിക്കുന്നതിന് ഈ പ്രക്രിയയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഫോസിൽ രൂപത്തിൽ കണ്ടെത്തിയ ദിനോസർ പിണ്ഡത്തിന് 30 സെന്റിമീറ്റർ നീളവും 2 ലിറ്റർ വോള്യവും ഉണ്ട്. ഒരു ആനയുടെ പിണ്ഡത്തിന് ഇത്രത്തോളം നീളം ഉണ്ടാകും എങ്കിലും ദിനോസറുകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി പല ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ദിനോസർ പിണ്ഡം ഫോസിൽ രൂപത്തിൽ കണ്ടെത്തുക എന്നത് അത്ഭുതകരമാണ്. ഒരു ടിറാനോസോറസ് റെക്സ് സ്റ്റേർഡിന്റെ പിണ്ഡം ആണ് ഇത്തരത്തിൽ ഫോസിലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കണ്ടെത്തലുകൾ ദിനോസറുകൾ എന്താണ് കഴിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. നമ്മൾ മനുഷ്യർ അനുഭവിക്കുന്ന സമയവേഗത തന്നെയാണോ മറ്റു ജീവികൾക്കും അനുഭവിക്കുന്നുണ്ടാവുക? അല്ല. മനുഷ്യരെ അപേക്ഷിച്ച് ചെറിയ മൃഗങ്ങൾക്ക് അവർക്ക് ചുറ്റുമുള്ള ലോകം വളരെ സാവധാനത്തിൽ നീങ്ങുന്നു. ഉദാഹരണത്തിന്, പല്ലികൾക്ക് പൂച്ചകളെയും നായ്ക്കളെയും അപേക്ഷിച്ച് സമയം വളരെ സാവധാനത്തിൽ അനുഭവിക്കുന്നു. കാരണം സമയത്തെക്കുറിച്ചുള്ള ധാരണ തലച്ചോറിന് ഇൻകമിംഗ് വിവരങ്ങൾ എത്ര വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ചെറിയ ജീവികൾക്ക് ഈ കഴിവ് കുറവായതുകൊണ്ട് സമയം വളരെ കുറഞ്ഞ വേഗതയിൽ പോകുന്നതായി അവയ്ക്ക് തോന്നുന്നു. കൊതുകുകളെയും മറ്റും അടിക്കുമ്പോഴേക്കും അവ പറന്നു പോകുന്നത് ഇതുകൊണ്ടായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. തലയില്ലാതെ ഒരാൾക്ക് ജീവിക്കാനാകുമോ? ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം, അല്ലേ? എന്നാൽ 1945-ൽ ഒരു കോഴി തലയില്ലാതെ 18 മാസം ജീവിച്ചിട്ടുണ്ട്. യുഎസിൽ ആണ് ഈ സംഭവം നടന്നത്.
കറിക്ക് വേണ്ടി കോഴിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തലയുടെ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ട കോഴി രക്ഷപ്പെടുകയായിരുന്നു. തലയില്ലാതെ നടക്കുന്ന കോഴിയെ കണ്ട് അത്ഭുതപ്പെട്ട ഉടമസ്ഥൻ ഇതിനെ ജീവിക്കാൻ വിടുകയായിരുന്നു. ഈ പൂവൻ കോഴിക്ക് മൈക്ക് എന്ന് പിന്നീട് അവർ പേരും ഇട്ടു. തലയുടെ അടിഭാഗം അതേപോലെ നിലനിന്നതുകൊണ്ടും ബ്ലഡ് ക്ലോട്ടായി രക്തം വാർന്നു പോകാതിരുന്നതും കോഴിയെ പിന്നീട് ജീവിക്കാൻ സഹായിച്ചു. ടൈ കെട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? 2018 നടന്ന ഒരു പഠനം പറയുന്നത് കഴുത്തിൽ ടൈ കെട്ടുന്ന വ്യക്തിയുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം 7.5% വരെ കുറയും എന്നാണ്. ഇതൊരു ടൈ കെട്ടുന്ന ആൾക്ക് തലകറക്കം, ഓക്കാനം, തലവേദന എന്നിവ ഉണ്ടാക്കും. ടൈ കൂടുതൽ മുറുക്കത്തിൽ കെട്ടുകയാണെങ്കിൽ ഇത് കണ്ണിന്റെ പ്രഷർ കൂട്ടുകയും ഉണ്ടാക്കുകയും കണ്ണിന് ദോഷം ചെയ്യുകയും ചെയ്യുന്നു. സ്ഥിരമായി ടൈ കെട്ടുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഒരു നായയുടെ ശരാശരി ആയുസ് 10 മുതൽ 13 വരെയാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച നായ മരിക്കുമ്പോൾ 29 വയസ്സായിരുന്നു. ഓസ്ട്രേലിയൻ കാറ്റിൽ ഡോഗ് വർഗത്തിൽപ്പെട്ട ബ്ലൂയി എന്ന നായയാണ് ഇങ്ങനെ ജീവിച്ചത്. ഇതുപോലെ ഒരു പൂച്ച 12 മുതൽ 18 വർഷം വരെയാണ് സാധാരണ ജീവിക്കുകയെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള പൂച്ച മരിക്കുമ്പോൾ 38 വയസ്സും 3 ദിവസവും പ്രായമുണ്ടായിരുന്നു. ഇതുപോലെ മനുഷ്യർക്കും ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് ഏകദേശം 200 വയസ്സ് വരെ ജീവിക്കാം. സൂര്യൻ സദാസമയം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജ്വലിക്കുന്നതിനായുള്ള ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ സൂര്യനിൽ സദാസമയം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി സൂര്യനിൽ നിന്നുള്ള വെളിച്ചം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാത്തത്? ഒന്നാമത്തെ കാരണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ള ഒരു മീഡിയം ഇല്ല എന്നതാണ്. ശബ്ദത്തിന് ശൂന്യതയിൽ കൂടെ സംസാരിക്കാൻ കഴിയില്ല. ഇനി അഥവാ സഞ്ചരിച്ചാലും സൂര്യനിൽ നിന്നുള്ള ശബ്ദം വളരെ ചെറിയ ഫ്രീക്വൻസിയിൽ ഉള്ളതിനാൽ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ്. മിക്കവാറും എല്ലാ മാപ്പുകളും തെറ്റാണ്. മിക്കവാറും മാപ്പുകളും നിർമ്മിക്കുന്നത് 1569 നിർമ്മിച്ച മെർക്കാറ്റർ പ്രൊജക്ഷൻ ഉപയോഗിച്ചാണ്. ഈ മെത്തേഡ് പ്രകാരം മാപ്പിൽ അലാസ്കയ്ക്ക് ബ്രസീലിനോളം വലുപ്പമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രസീൽ അലാസ്കയേക്കാൾ 5 മടങ്ങോളം വലുതാണ്. അതുപോലെ ഗ്രീൻലാൻഡ് അതിന്റെ വലുപ്പത്തിനേക്കാൾ 14 മടങ്ങ് വലുപ്പമുള്ളതായാണ് ഈ മാപ്പിൽ കാണിക്കുന്നത്. ഗോളാകൃതിയിൽ ഉള്ള ഭൂമിയെ പരന്ന കടലാസിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ആണ് ഈ തെറ്റുകൾക്ക് കാരണം. ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും സ്ഥാനം മാറുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ കഴിഞ്ഞ 71 മില്യൺ വർഷം കൊണ്ട് ഭൂമിയുടെ സൗത്തും നോർത്തും 171 തവണ മാറി മറിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് ഏകദേശം 55 കിലോമീറ്റർ ആണ് പോളുകളിൽ സ്ഥാനചലനം വരുന്നത്. ഭൂമിയുടെ ഔട്ടർ കോറിൽ ഉള്ള ഉരുകിയ അവസ്ഥയിലുള്ള ഇരുമ്പാണ് ഈ സ്ഥാനചലനത്തിന് പിന്നിൽ എന്നാണ് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. വാസ്തു ഒക്കെ നോക്കി വീട് വെച്ചവർ വീട് പൊളിച്ചു വെക്കേണ്ടി വരുമോ? വിൻഡ് ടർബൈൻസ് കാരണം UK-യിൽ മാത്രം 10,000 മുതൽ 1,00,000 വരെ പക്ഷികൾ മരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വിൻഡ് ടർബൈൻസിന്റെ ഒരു ബ്ലേഡിൽ കറുപ്പ് കളർ അടിക്കുകയാണെങ്കിൽ ഇത് പക്ഷികളുടെ അപകടം 70% വരെ കുറയ്ക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ അത് ഞങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും.